2023 ഞാൻ പാസ് ഔട്ട് ചെയ്തത്. BCom വിത്ത് CA ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്, ഇനി എന്ത്. പിന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലേറ്റർ ഓൺ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ പഠിച്ച് പാസ് ഔട്ടായി പോയത്. ഹീസ് ദ പേഴ്സൺ ഹു സജസ്റ്റഡ് ഹാരിസ് ആൻഡ് കോ ടു മീ. വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്കിതിനെപ്പറ്റി ഒരു ABCD ഒന്നും അറിയില്ല. എൻറ്റയർലി ന്യൂ ആണ് ഞാനിതിൽ. ഈവൺ ഇഫ് ഞാനിപ്പോൾ 16 ആണ്, ഇപ്പം 23-24 ബാച്ചസ് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 10 years കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് അല്ലെങ്കിൽ ഇഫ് ഐ എം സ്റ്റക്ക്, എനിക്കിവിടെ കോൺടാക്ട് ചെയ്യാം. ഹായ്, ഐ എം ആരൻ. ഞാൻ ഹാരിസ് ആൻഡ് കോ അക്കാഡമിയിൽ B16 ബാച്ചിൽ പാസ് ഔട്ടാണ്. ഞാൻ ഇപ്പം ഹാരിസ് ആൻഡ് കോ ഏജൻസിയിൽ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഇവിടം വരെയുള്ള ജേർണി കുറച്ചൊരു ക്വസ്റ്റ്യനബിൾ ആണ് എനിക്ക് തന്നെ. കാരണം ഞാൻ വെരി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇങ്ങനെ ആവുമെന്ന്. ബിക്കോസ് എല്ലാവരെയും പോലെ സ്കൂളിങ് കഴിഞ്ഞു, നേരെ കോളേജ് ഞാൻ കാലിക്കറ്റാണ്, ഞാൻ ദേവഗിരി കോളേജിലാണ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2023 ഞാൻ പാസ് ഔട്ട് ചെയ്തത്. BCom വിത്ത് CA ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്, ഇനി എന്ത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ കോളേജ് കഴിയുന്ന ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ, എല്ലാവരെയും മിസ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഒന്ന് സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞാൻ SAP എന്ന് പറയുന്ന കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മദർ പുറത്താണ്, മദർ ഓസ്ട്രേലിയയിലാണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ ഒന്ന് ഓപ്പണായി വരുന്നുണ്ട്. സോ എനിക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും മദർ ക്യാൻ ടേക്ക് മീ ഔട്ട്. ബട്ട് ഞാൻ എൻ്റെ നേറ്റീവ് കൺട്രി, അതായത് ഇന്ത്യയിൽ ഞാൻ ഒരു ഫുൾ ടൈം പ്രൊഫഷണൽ ഓഫ്ലൈൻ കോഴ്സ് ഞാൻ ചെയ്യണം എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. സോ അതിനുവേണ്ടി ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ കുറേ ചെയ്യുന്നുണ്ട്. അപ്പോഴെനിക്ക് വന്നിട്ടുള്ളതാണ് MCom ഒക്കെയാണ് എനിക്ക് വന്നിട്ടുള്ളത്, PG കോഴ്സസ് ഒക്കെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ബട്ട് പിന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലേറ്റർ ഓൺ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ പഠിച്ച് പാസ് ഔട്ടായി പോയത്. ഹീസ് ദ പേഴ്സൺ ഹു സജസ്റ്റഡ് ഹാരിസ് ആൻഡ് കോ ടു മീ. ഹാരിസ് ആൻഡ് കോ സജസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ കോളേജ് നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു പ്രൊഫഷണൽ ഫുൾ ടൈം ഓഫ്ലൈൻ കോഴ്സ് ആണോ, എനിക്കിത് എൻ്റെ പുറത്ത് പോകുന്ന അബ്രോഡ് പർപ്പസസിന് വേണ്ടി ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ യെസ്. അപ്പം എൻ്റെ എല്ലാ ഇതും ചെക്ഡായി ലൈക്ക് ഓക്കെ ആണ്. അങ്ങനെയാണ് ഞാൻ ഹാരിസ് ആൻഡ് കോ അക്കാഡമിയിൽ വരുന്നത്. വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്കിതിനെപ്പറ്റി ഒരു ABCD ഒന്നും അറിയില്ല. എൻറ്റയർലി ന്യൂ ആണ് ഞാനിതിലേക്ക്. അപ്പം ഓരോ കോഴ്സസും നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ലൈക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താണ്. അപ്പം നമുക്കൊരു എങ്ങനെയും നമുക്കറിയില്ല ഇതും ഞാൻ പഠിക്കുന്നതായിട്ട് എങ്ങനെ റിലേറ്റബിൾ ആവുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ പഠിച്ചു. മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ ഇവിടെ തന്നെ ഇവർ എല്ലാം ചെയ്യുന്ന ഹാൻഡിലബിൾ ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ എൻ്റെ ടു ദ ഗ്രാജുവേഷൻ ടൈം ആയപ്പോൾ ഇൻറ്റേൺഷിപ്പിനൊക്കെ കുറച്ച് മുന്നേ ഞാനൊരു ഐ വാസ് ഇൻ എ ഹ്യൂജ് സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ എന്തെടുക്കേണ്ട ഇൻറ്റേൺഷിപ്പിനുള്ള നീഷെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്, താങ്ക്സ് ടു റിസ്വാൻ. കാരണം വൺസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്ക് ഫേസ് വന്നിട്ടില്ലെങ്കിലാണ് പ്രശ്നം, വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം. ആ ഒരു ഫേസിന് വെരി ഗുഡായിട്ടുള്ള ഒരു ഇൻസൈറ്റ്, അല്ലെ ഒരു നമ്മൾ പറയില്ല, ഒരു ഇൻഡിക്കേറ്ററാണ് ഈ സ്റ്റക്ക് എന്ന് പറയുന്നൊരു ഫേസ്. സോ അതും വെരി ഗുഡായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ റിസ്വാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെടുത്ത് ആണ് പിന്നെ ഞാൻ BD എന്നുള്ളൊരു പാട്ട്, അതായത് ബിസിനസ് ഡെവലപ്പർ, ഒരു ബ്രാൻഡ് കൺസൾട്ടൻ്റ് എന്നുള്ളൊരു പൊസിഷനിലോട്ട് വരുന്നത്. അതും കുറച്ച് ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ബിക്കോസ് രണ്ട് രീതിയിൽ നമുക്ക് നീഷസ് ചൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് വെരി ഗുഡ് ഹൈ റവന്യൂ തരുന്ന നീഷസ് ഉണ്ട്, ആൻഡ് നമുക്ക് പാഷനറ്റ് ആയിട്ടുള്ളതും ചൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി ചൂസ് ചെയ്തിട്ടുള്ള എനിക്ക് കുറച്ചുകൂടെ പാഷനറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളതാണെങ്കിലും, ഇപ്പോൾ ഒരു കാര്യത്തിനോട് നല്ല പാഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുട്ബോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ പോകണമെങ്കിലും ചെറിയൊരു പരിക്കുണ്ടെങ്കിലും കളിയോടുള്ള ആർത്തി കൊണ്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യൂല, എങ്ങനെയും കളിക്കാൻ പോകണം. സോ ഞാനും അതേപോലെ പാഷനറ്റ് ആയിട്ട് ഒരു നീഷ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് വെരി ഹൈ ആയിട്ട് എനിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് എനിക്കതിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ബിലീഫ് എനിക്കുണ്ട്. സോ ബാക്കി എൻ്റെ എൻ്റെ സ്കിൽസ് എന്താണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ റിയലൈസ് ചെയ്തിട്ടാണ് ഞാൻ ബ്രാൻഡ് കൺസൾട്ടൻ്റ് എന്നുള്ളൊരു നീഷ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ലേറ്റർ ഓൺ ആണ് എനിക്ക് മനസ്സിലാകുന്നത് ഹാരിസ് ആൻഡ് കോൻ്റെ ഒരു പൊട്ടൻഷ്യൽ, നമ്മൾ എന്ത് തരം ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഒരു വർക്കിംഗ് എൻവിറോൺമെൻറ്റ് എങ്ങനെയാണ്. അപ്പം എപ്പോഴും വൺസ് ഞാൻ ഹാരിസ്കായിട്ടൊരു മീറ്റിംഗ് ഇരുന്നപ്പോൾ, ഹാരിസ്ക കുറച്ച് ബാക്ക്, പുറകിലാണ് കുറേ, പക്ഷേ എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്. ഹാരിസ്ക വൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈ എന്നുള്ളൊരു പാർട്ട് എപ്പോഴും നിങ്ങൾക്ക് വേണം. അപ്പം ഞാൻ ആലോചിക്കുന്നത് വൈ കൊണ്ട് എന്താണ് ഇത് വരുന്നത്. അപ്പോൾ ഹാരിസ്ക പറയുന്നത്, ഇപ്പം നമ്മുടെ ഒരു BD ടീം, അല്ലെ ഹാരിസ് ആൻഡ് കോ ഏജൻസിന് ഒരു ഗോൾ ഉണ്ടാവും.
ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫീലിംഗ്? അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു 10 ടൈംസ് ഗ്രേറ്റർ ആയിട്ടൊരു ഗോൾ അത് അച്ചീവ് ചെയ്താൽ എങ്ങനെയായിരിക്കും? സോ വൈ ഞാൻ ഇതെന്തുകൊണ്ട് ഞാൻ ചെയ്യണം? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അത് കഴിഞ്ഞാൽ നെക്സ്റ്റ്. സോ അപ്പോൾ ഈ വൈ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് എപ്പോഴും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഒരു വിഷൻ ആണെങ്കിലും ഓൾവേസ് ഇസ് ഫോക്കസ്ഡ് അപ്പോൺ വൈ. ഹൗ ക്യാൻ ഐ ഡു ദിസ്? വൈ ഷുഡ് ഐ ഡു ദിസ്? വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഐ ഡു ദാറ്റ്? സോ ബേസിക്കലി എൻ്റെ ഒരു ഗ്രോത്ത് ആൻഡ് എനിക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ ഹാവ് സീൻ റിസൾട്ട്സ് ടു. അങ്ങനെയാണ് അത് ഉണ്ടായിട്ടുള്ളതും. ആൻഡ് ഇവിടം വരെയുള്ള ജേർണി ഈസ് ക്വൈറ്റ് അസ്റ്റോണിഷിങ് ബിക്കോസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ബികോം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകാനുള്ള ഒരു മദറിൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പോലും ഞാൻ PG ഒക്കെ നോക്കുമ്പോൾ ഒരു 2 years വർക്ക് എക്സ്പീരിയൻസ് വേണം. പക്ഷേ ഞാൻ അറ്റ് പ്രസൻറ്റ് ഞാൻ മദറിനോട് പറഞ്ഞിട്ടില്ല ഓസ്ട്രേലിയ പോകുന്ന കാര്യം ഒന്ന് ഹോൾട്ട് ചെയ്യാം, ഞാൻ കുറച്ചാളും കൂടെ ഇവിടെ വർക്ക് ചെയ്യാം. ബിക്കോസ് എനിക്ക് ഹാരിസ് ആൻഡ് കോ ഏജൻസി എനിക്ക് തന്നിട്ടുള്ള എക്സ്പോഷർ ആൻഡ് ദി എൻവിറോൺമെൻറ്റ് ഈസ് വെരി ഗുഡ്. ആൻഡ് ഇപ്പോൾ ഞാൻ വന്ന ടൈമിലാണെങ്കിലും എൻ്റെ ടീം ആൻഡ് ഇൻക്ലൂഡിങ് മൈ ഹെഡ് പറയാണ്ടിരിക്കാൻ വയ്യ, നവനീത് ആൻഡ് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈറൂസ് ആണെങ്കിൽ പോലും ഇവർ എൻ്റെ മേലൊരു ട്രസ്റ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒരു ബിഗിനറായി വരുമ്പോൾ പോലും എനിക്ക് തരുന്ന വർക്ക്സ്, എനിക്ക് തരുന്ന ക്ലയൻസ്, അവർ ഫുൾ എൻ്റെ ഒരു പൊട്ടൻഷ്യൽ അവർ അറ്റ് ദ ബിഗിനിങ് തന്നെ തിരിച്ചറിയും ഫസ്റ്റ് തിങ്. പിന്നെ ലേറ്റർ ഓൺ ആണ് എന്നെ എപ്പോഴും മോണിറ്റർ ചെയ്യും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ അവിടെ നിന്ന് ഗൈഡ് ചെയ്യാൻ. പക്ഷെ എനിക്കത് ഏറ്റവും വലിയ ഹെൽപ്പായിട്ടുണ്ട്. ബിക്കോസ് എന്ത് രീതിയിലാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇപ്പം ഒബ്ജെക്ഷൻസ് ആണെങ്കിൽ പോലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ലേറ്റർ ഓൺ ഞാൻ വരികയാണെങ്കിൽ പോലും എനിക്ക് ഒരു ഇൻറ്റേൺഷിപ്പിന് മുന്നേ തന്നെ അക്കാഡമീൻ്റെ പാർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും ഇവർ നമുക്ക് ഓർഗനൈസ് ചെയ്തിരുന്ന ഇവൻറ്റ്സ് കുറേ തരമുള്ള ഇവൻറ്റ്സ്, അതായത് TGIF, ബ്രാൻഡ് വാസ്, ഇങ്ങനത്തെ ഇവൻറ്റ്സ്. അതും എനിക്ക് ടു ബി ഓണസ്റ്റ് ആദ്യം സത്യം വെരി ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതെന്താണ് ഇപ്പോൾ ഇവൻ്റ് എന്ന് എഴുതിയിരിക്കുകയെന്ന്. പക്ഷേ ലേറ്റർ ഞാൻ അത് അറ്റൻഡ് ചെയ്തു പക്ഷേ പരിപാടിക്ക് കയറിയിട്ട് കുറച്ച് ആയപ്പോഴത്തേന് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ബിക്കോസ് ബ്രാൻഡ് വാസ് ആണെങ്കിൽ പോലും എല്ലാവരും ഒരു ഡിഫറെൻറ്റ് ടീമായിട്ട് ഒരു ബ്രാൻഡിനെ തരിക, അതിനെ ഒരു പിച്ച് ചെയ്യുന്ന പോലെ എങ്ങനെ ചെയ്യണം. സോ ഇതെല്ലാം എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ജോബിനാണെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടീമിൽ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾക്കാരുടെ കൂടെ ആയിരിക്കും നമ്മൾ ടീം അപ്പ് ചെയ്യുക, ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ പിച്ച് ചെയ്യുക, അതിൻ്റെ പോസിബിലിറ്റീസ്, അതിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക്. അപ്പം ഇതെല്ലാം എങ്ങനെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കറൻറ്റ് ജോബിൽ ഏറ്റവും കൂടുതൽ എനിക്കത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനോടുകൂടി തന്നെ എൻ്റെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം ആണെങ്കിൽ പോലും അക്കാഡമിത്തെ എനിക്ക് ഒരു പ്രോപ്പർ CV ബിൽഡ് ചെയ്യാനുള്ള ഹെൽപ്സ് അവർ തന്നിട്ടുണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് പോർട്ട്ഫോളിയോ ആണെങ്കിൽ പോലും എല്ലാം എനിക്ക് ഗൈഡ് ചെയ്തിട്ടുള്ളവരാണ്, ഇൻക്ലൂഡിങ് ദ മോക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ വന്നിട്ട് ബിഫോർ അവർ എങ്ങനെ ചെയ്യണം, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ്, എങ്ങനെ ചെയ്യണം, എവിടെയൊക്കെയാണ് ഞാൻ നന്നായിട്ട് ചെയ്തത്, ഇൻക്ലൂഡിങ് ഇതെല്ലാം എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് അതാണെങ്കിൽ പോലും ഓൾവേസ് ഇപ്പോൾ ഹാരിസ്ക ആണെങ്കിൽ പോലും റിസ്വാൻ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ദേ ഓൾവേസ് ഹാവ് എ വിഷൻ. എങ്ങനെ ആയിരിക്കണം ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും എങ്ങനെയായിരിക്കണം. കാരണം ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്ന എല്ലാ കുട്ടികളുടെ അടുത്തും ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇഫ് ഞാനിപ്പോൾ 16 ആണ്, ഇപ്പം 23-24 ബാച്ചസ് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 10 years കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് അല്ലെങ്കിൽ ഇഫ് ഐ എം സ്റ്റക്ക്, എനിക്കിവിടെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് അത് ഞാൻ കണ്ടിട്ടുമുണ്ട്, ആൾക്കാർ ഇവിടെ പാസ് ഔട്ടായി പോകുന്ന ആൾക്കാർ ഇവിടെ ഡൗട്ട്സ് ചോദിച്ചു വരുന്നത്. ആൻഡ് ഈവൻ ഇഫ് അങ്ങനെ ആണെങ്കിൽ പോലും ഫ്രം ദ വെരി ബിഗിനിങ് ഇവർ നമ്മളടുത്ത് വെരി ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതാണ്, നോ മാറ്റർ വാട്ട്, എത്ര ടൈം കഴിഞ്ഞാലും യു ഗൈസ് ക്യാൻ ഓൾവേസ് റീച്ച് അസ്, വിൽ ഓൾവേസ് ഹാവ് യുവർ ബാക്ക്. സോ എൻ്റെ ഇതുവരെയുള്ള ജേർണി വാസ് വെരി, എനിക്ക് പേഴ്സണലി എനിക്ക് വെരി കംഫർട്ടബിൾ ആയിരുന്നു. ഞാനിപ്പം എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഇപ്പം എനിക്കറിയുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ ഹാരിസ് ആൻഡ് കോ ഞാൻ 2-3 പേര് ഇവിടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈസ് വെരി ഗുഡ്, എനിക്ക് വേറെ ആൾക്കാർക്കും അത് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ട്. സോ യാ ദാറ്റ്സ് ഇറ്റ്.